നമസ്കാരം. AK ആന്റണിയുടെ മകന് പിന്നാലെ ചാണ്ടി ഉമ്മനും BJP-യിലേക്കെന്ന വൻ പ്രചാരണം ഇടയ്ക്ക് എപ്പോഴോ കേട്ട് മറന്നതാണ്. തെരഞ്ഞെടുപ്പിന് മുമ്പ് വന്ന ആരോപണമായിരുന്നു ഇത്. വേറെ വിഷയങ്ങൾ വന്നപ്പോൾ കോൺഗ്രസ് ഉൾപ്പെടെ എല്ലാം വിട്ടുപിടിച്ചു. സംഭവം സത്യമാണോ അല്ലയോ? ഉമ്മൻചാണ്ടിയുടെ പഴയ വിശ്വസ്തരായ യങ് ബ്രിഗേഡ് ആയിരുന്നു ഇതിങ്ങനെ ഒരു ടോക്കിന് പിന്നിലെന്ന് ചാണ്ടി ഉമ്മൻ പറയുക മാത്രമല്ല ഉറച്ച് വിശ്വസിക്കുന്നുമുണ്ട്. ഭരണപക്ഷത്തിന്റെ തെറ്റുകുറ്റങ്ങൾ ചൂണ്ടിക്കാട്ടി നേർവഴിക്ക് നയിക്കുക എന്ന പ്രതിപക്ഷത്തിന്റെ ശരിക്കുമുള്ള ജോലി ഏറെക്കുറെ കോൺഗ്രസ് മറന്നു കഴിഞ്ഞു. പാർട്ടിയുടെ തലപ്പത്ത് പിടിച്ചു നിൽക്കാൻ സതീശനെ താങ്ങി പുള്ളിയുടെ സതീർത്ഥ്യരും വഴിപാടും കഴിച്ചു നിൽക്കുകയാണ്. അപ്പോഴാണ് പുതിയ വെല്ലുവിളി. ചാണ്ടി ഉമ്മൻ ഗ്രൂപ്പ് തുടങ്ങുന്നു. MLA ആയിട്ടും ആരും അങ്ങോട്ട് അടുപ്പിക്കുന്നില്ലെന്ന് ചാണ്ടി ഉമ്മൻ പരസ്യമായിട്ട് പ്രചാരണം നടത്തി. ഉള്ളിൽ തട്ടിപ്പറഞ്ഞതാകാമെന്ന് തിരുവഞ്ചൂരും പറഞ്ഞു. എല്ലാം കഴിഞ്ഞപ്പോൾ വിഷമമൊന്നുമില്ല, ഒരു സങ്കടം, എന്നാലും ആരോടും പരാതിയൊന്നുമില്ല എന്നൊക്കെ പുള്ളി പ്രതികരിച്ചു. പാർട്ടിക്ക് വിഷമമാകണ്ടല്ലോ, പാർട്ടിക്ക് പുറത്ത് പിടിച്ചു നിർത്തി കുടുംബത്തെ ഉൾപ്പെടെ അങ്ങ് നിർത്തി അപമാനിക്കുവാണെന്ന് ചാണ്ടി ഉമ്മൻ പറയാതെ പറഞ്ഞു. ഈ സാഹചര്യത്തിൽ ഇനി നേതൃത്വത്തിൽ നിന്ന് ഔദാര്യം പ്രതീക്ഷിക്കേണ്ടതില്ലെന്നും തന്റേതായ ഇടമുണ്ടാക്കി മുന്നോട്ട് പോവുക എങ്കിൽ മാത്രമേ പാർട്ടിയിൽ പിടിച്ചു നിൽക്കാനും വഴിയുള്ളൂ എന്നും വികാരം ചാണ്ടി അടുത്ത സഹപ്രവർത്തകരുമായി പങ്കുവെച്ചതായി കേട്ടുകേൾവിയുണ്ട്. പാർട്ടിക്ക് ജാക്കി വെച്ച് ഹൈജാക്ക് ചെയ്യുന്ന സതീശനെ ദുർബലപ്പെടുത്തി മുന്നോട്ട് വരാനാണ് ചാണ്ടി ഉമ്മന്റെ നീക്കം. അതിനുവേണ്ടി K. സുധാകരൻ കുടപിടിക്കാനുള്ള നീക്കം ചാണ്ടി നേരത്തെ തുടങ്ങിക്കഴിഞ്ഞു. കോൺഗ്രസിൽ മുതിർന്ന നേതാക്കളുടെ ഒരു വൻ നിര സതീശനെതിരെ രംഗത്തുണ്ട്. രമേശ് ചെന്നിത്തല, K. മുരളീധരൻ, ശശി തരൂർ തുടങ്ങിയവരെല്ലാം ഈ നിരയിലെ പ്രബലരാണ്. ഇവർ പരസ്യമായി രംഗത്തിറങ്ങിയാണ് സുധാകരനെ KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് പുറത്തു ചാടിക്കാനുള്ള നീക്കത്തെ പ്രതിരോധിക്കുന്നത്. ഇത് തങ്ങൾ എല്ലാവരും സതീശനെതിരാണെന്ന മുതിർന്ന നേതാക്കളുടെ സന്ദേശം കൂടിയാണ്. സുധാകരൻ മാറേണ്ടതില്ല എന്ന പ്രസ്താവനയിലൂടെ ഇവർക്കൊപ്പമാണ് താനെന്ന് വ്യക്തമായ സൂചന കൂടി ചാണ്ടി സതീശനും അദ്ദേഹത്തിനൊപ്പമുള്ള യുവ നേതാക്കൾക്കും മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടം ഉമ്മൻചാണ്ടിയുടെ കല്ലറ സന്ദർശിക്കുന്ന ചടങ്ങിൽ നിന്ന് വിട്ടുനിൽക്കാൻ ചാണ്ടിയെ പ്രേരിപ്പിച്ചതും. KPCC പ്രസിഡന്റ് K. സുധാകരൻ മുൻകൈയെടുത്താണ് ചാണ്ടി ഉമ്മന് ചേലക്കരയിൽ ഒരു ദിവസം പ്രചാരണത്തിന് അവസരം ലഭിച്ചത്. ഇതുപോലെ ഒരു ദിവസം മാത്രമാണ് പാലക്കാട് K. സുധാകരൻ മുൻകൈയെടുത്ത് പ്രചാരണത്തിന് നൽകിയത്. ഓരോ പഞ്ചായത്തുകളുടെ ചുമതല MLA-മാർക്ക് വിഭജിച്ച് നൽകിയപ്പോൾ ചാണ്ടിക്ക് അതും കൊടുത്തില്ല. എല്ലാം മനസ്സിൽ ചാണ്ടി കുറിച്ചു വെച്ചു. എന്തായാലും പാർട്ടിയിൽ പരിഗണന കിട്ടിയില്ല എന്ന് പിണങ്ങി നിൽക്കുന്നവരെല്ലാം തന്റെ ലേബലിന് താഴെ നിൽക്കുമെന്ന ഒരൊറ്റ പ്രതീക്ഷയാണ് ചാണ്ടിക്ക്. A1 A2 എല്ലാം കഴിഞ്ഞ സ്ഥിതിക്ക് ഗ്രൂപ്പ് തുടങ്ങാനാണ് ചാണ്ടിയുടെ നീക്കമെന്ന് തോന്നുന്നു. അക്ഷരം ഏതായാലും കുഴപ്പമില്ല, പാർട്ടി നന്നായാൽ മതിയായിരുന്നു.